Hi guys, welcome to Varana Race, Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് SC റെയിൽവേ റേസിംഗ് സെക്ഷൻ്റെ ഒരു സ്പീഡ് മോക്കാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സാറ്റർഡേ സൺഡേയിൽ വരുന്ന ഒരു സ്പീഡ് മോക്ക് സെഷനാണ്. ഇത്രയും നാൾ നമ്മൾ പോയിട്ടുള്ള എന്താണ് ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പീഡ് മോക്കിൽ പോകുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും. ആദ്യത്തെ ഒരു 8 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് കാണും. അതിലെല്ലാത്തിനും ഒരു 30 സെക്കൻഡ് ടൈമോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. സോ ഈ 30 സെക്കൻഡ് ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ടൈമർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് നേരത്തെ പോയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് സ്പീഡ് മോക്കിൽ വരുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കി, XPF-DLV അല്ലേ, XPF-DLV. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പേഴ്സ് ഒന്ന് എഴുതുകയാണ്, ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതുകയാണ്. ഇത് എത്രയാണ്? ഇത് 24, ഇത് എത്രയാണ്? 16, ദിസ് ഇസ് 6 അല്ലേ. ഇവിടെ നോക്കിയപ്പോൾ ഇത് 4, 12, 22. ഞാനൊന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിജിറ്റിനേക്കാൾ ഒന്ന് കുറവാണ് എന്ത് ഈ ഒരു ഒന്ന് കൂടുതലാണ് എന്ത് ഈ നമ്പേഴ്സ് അല്ലേ. നമുക്ക് 24 4 തമ്മിൽ 28ആണ്. നമ്മൾ ഓപ്പോസിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് നമ്പേഴ്സിൻ്റെ പൊസിഷണൽ വാല്യൂ കൂടെ ആഡ് ചെയ്ത് 27 ആവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സാണ്. ഇവിടെ നോക്കിയപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്പറിനേക്കാൾ ഒന്ന് കൂടുതൽ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? XPFൻ്റെ ആദ്യം എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡിജിറ്റ്സ് നോക്കുക. എക്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? C ആണല്ലേ. ഇത് 24ഉം ഇത് എത്ര? 3. ഇതാണെങ്കിൽ 16 ആണ്. ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 11 ആയിരിക്കും. 11 എന്താണ്? K, 11. then ഇത് എത്രയാണ്? 6 ആണ്. ഓപ്പോസിറ്റ് നമ്പർ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 21 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു Q. ഇതിനെ എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്യുക? +1 ചെയ്യുക അല്ലേ. എല്ലാത്തിൻ്റെ +1 ചെയ്യുക. അപ്പോൾ എന്താ? DLV. സോ ഈ ഒരു രീതിയിലാണ് ആദ്യമേ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എടുക്കുക. ഓപ്പോസിറ്റ് നമ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. സോ എന്താണ്? ERY അല്ലേ. സോ ERY. സോ ERY ആണ്. ഇയുടെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണ്? 20. ഈ എന്ന് പറയുന്നത് 5, 18, 25 എന്നാണ്. ഈയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 22 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈയുടെ ഓപ്പോസിറ്റ് നമ്പർ 22 ആണ്. +1 എത്രയാണ്? 23 വരും. 23 വരുന്ന ഏതാണ്? W. സോ അടുത്തത് 18 ആണ്. 18ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 9 ആണല്ലേ. സോ 9 ആണ് വരുന്നത്. 9 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 10. 10ൻ്റെ നമ്പർ എത്ര? J. അതേപോലെ തന്നെ 25 ആണെങ്കിൽ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് എത്ര വരുന്നത്? 3 വിച്ച് ഈസ് ഈക്വൽ ടു C. അപ്പോൾ WJC എന്ന് പറയുന്നത് WJC ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 2 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്പോസിറ്റ് ഡിജിറ്റ് ആദ്യമേ ചെയ്യുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നമ്പർ ബസിലിൻ്റെ വരുന്ന രീതിയിലുള്ളതാണ്. ഇത് 34, 12, 10 എന്ന് പറയുന്ന റിലേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ 56, 17, 22 റിലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഇതേ സെറ്റ് ഓഫ് റിലേഷൻസ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
സോ എന്താണ് പറഞ്ഞേക്കുന്നത്? 34, 12, 10, 56, 17, 22 എന്നാണ് അല്ലേ? സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഈ 12ൻ്റെ ഇരട്ടി എത്രയാണ്? 24 ആണ് അല്ലേ? 24, 34 നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? 10 ആഡ് ചെയ്തേക്കാണ്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ തേർഡ് നമ്പർ ആഡ് ചെയ്യുക. അതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ തേർഡ് നമ്പർ ആഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്പർ. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ എങ്ങനെയാണെങ്കിൽ രണ്ടാമത് നോക്കാം. 17 ഇൻറ്റു 2 എത്രയാണ് വരുന്നത്? 34. 34 പ്ലസ് തേർഡ് നമ്പർ എത്രയാണ്? 22. അത് എത്ര വരുന്നത്? 50 അല്ലേ? സോ ആ രീതിയിൽ വരുവാണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ? ഓക്കെ, 19 ആണല്ലേ? 19 വരുന്ന 19 ഇൻറ്റു 2 എത്രയാണ്? 38 അല്ലേ? 19 ഇൻറ്റു 2 എത്ര വരുന്നത്? 38. 38 പ്ലസ് 8 എത്ര? 40. അപ്പം 46, 19, 8 എന്ന് വരുന്നതാണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 46, 19, 8. സോ എന്താണ് അതിൻ്റെ ഇതാണ് ഈ ഒരു മെത്തേഡാണ് നമ്പർ പസിലിൽ വന്നേക്കുന്നത്. സെക്കൻഡ് നമ്പർ ഇൻറ്റു 2 പ്ലസ് തേർഡ് നമ്പർ. സോ നമ്മളൊരു നമ്പർ പസിൽ കാണുമ്പോൾ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളത് നോക്കുക. സോ ആ രീതിയിൽ വേണം നമ്മൾ പോകാനായിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് നമ്പർ. ഇതും അതേപോലെ തന്നെയാണ്. ഇതിൽ 4 എണ്ണം, ഇതിൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ടാണ്. ഈ ഒരു 4 പേരിൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ടാണ്. ആ ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നോക്കി എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കി 224, 4320 ആൻഡ് 54303 108 എന്നാണ്. സോ ഇവിടെ നോക്കിയപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന എന്താണ്? 2 ഇൻറ്റു 12 ആണ് 24 എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്. 2 ഇൻറ്റു 12 ആണ് 24 എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ പോയാൽ ഇവിടെ ഒന്നും കിട്ടത്തില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ 2നെ അവിടെ തന്നെ ഇട്ടിട്ട് 2ൻ്റെ എന്തെങ്കിലും സ്ക്വയറോ ക്യൂബോ എന്തെങ്കിലും ഇതിൻ്റെ അടുത്തോട്ട് വരുന്നോ നോക്കി. നോക്കിയപ്പോൾ എന്താണ്? 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 3 ആണ് എത്ര? 2ൻ്റെ ക്യൂബ് ഇൻറ്റു 3 ആണ് എത്ര? 24 എന്ന് പറയുന്നത്. ഓക്കെ, 2 ക്യൂബ് ഇൻറ്റു 3 ആണ് 84 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കി 4 ക്യൂബ് അല്ലേ? 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2നേക്കാൾ 1 കൂടുതൽ. അതോ റാൻഡം നമ്പർ ആണോ നമുക്ക് നോക്കാം. 4 ക്യൂബ് എന്ന് എടുത്ത് നോക്കി. 4 ക്യൂബ് എത്രയാണ്? 64. 64 ഇൻറ്റു 5 അല്ലേ 320 എന്ന് പറയുന്നത്. ഓക്കെ, 64 ഇൻറ്റു 5 ആണ് 320 എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു റിലേഷൻ കിട്ടി. എന്താണ്? ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് അല്ലേ? ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ്. ഓക്കെ, നമുക്ക് നോക്കി. ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് ദെൻ എന്താണ്? ഇൻറ്റു ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് ഇൻറ്റു എന്താണ്? ഫസ്റ്റ് നമ്പർ പ്ലസ് 1. ഫസ്റ്റ് നമ്പർ പ്ലസ് 1 ആണ് എന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്പറിൻ്റെ ക്യൂബ് ഇൻറ്റു ആദ്യത്തെ നമ്പർ പ്ലസ് 1 ആണ് എന്ത്? സെക്കൻഡ് നമ്പർ. നമുക്ക് അങ്ങനെ നോക്കിയാൽ 4 എന്ന് നോക്കിയാൽ 4 ക്യൂബ് that is 64. 64 ഇൻറ്റു 5 ആണ് 320 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ വരുന്ന 5 ക്യൂബ് 125 ആണ്. 125 ഇൻറ്റു എത്രയാണ്? 5 പ്ലസ് 1 6 ആണ് വരുന്നത് അല്ലേ? 6 വരുമ്പോൾ എത്ര വരേണ്ടത്? 780 എന്നാണ്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് എത്ര? 430. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് റോങ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ 3 തെറ്റായിട്ടുള്ളതാണ്. സോ ബാക്കിയെല്ലാം എന്താണ്? ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് 1 എന്നാണ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് വെറാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡഡ് ആണ്.
ഇനി അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത് നോക്കി, അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഇതിൽ കുറച്ച് നമ്പേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ റിലേറ്റ് ചെയ്തേക്കുന്നതിൽ വേറെ അതേപോലെ റിലേഷൻ വരുന്ന ഏത് നമ്പേഴ്സാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നോക്കിയേ 36, 24, 65, 40, 54, 19. ഇത് കിട്ടുന്ന രീതി എന്ന് വെച്ചാൽ ഞാനത് പറയാം. എന്താണ് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ ആണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിയേ 36, 24, 65 എന്നാണ് വന്നേക്കുന്നത്. സോ തേർഡ് നമ്പർ എന്ന് പറയുന്നത് 65 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ 81 മൈനസ്, ഒന്ന് ചെയ്ത് നോക്കാം. 81 മൈനസ് എത്രയാണ്? 4, ദാറ്റ് ഈസ് 16 ആണ്. 81 മൈനസ് 16 ആണ് 65 എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. തേർഡ് നമ്പർ എന്ന് പറയുന്നത് 65 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് അടുത്ത 24 ബൈ 6 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? ദാറ്റ് ഈസ് 9 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 81 മൈനസ് 16, അതാണ് എത്ര? 65 എന്ന് പറയുന്നത്. സോ 81 മൈനസ് 16 ആണ് 65 എന്ന് പറയുന്നത്. സോ ആ രീതിയിലാണെങ്കിൽ 50, 40, 54, 19 ഇത് രണ്ടാണ്. സോ ആ രീതിയിൽ വരുന്ന സീരീസ് ഏത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ ബൈ 4 മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ, സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ആ രീതിയിൽ വരുന്ന ഓപ്ഷൻസ് ഏതാണെന്നൊന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഏതൊക്കെയാണ്? 20. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ വരുന്ന ഏതാണ്? നോക്കിയേ, ഓപ്ഷൻ ബി ആണ്. നോക്കിയേ, 20 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എന്താണ് അടുത്ത് 18 ഡിവൈഡഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 3 സ്ക്വയർ. അപ്പോൾ എന്താണ് 25 മൈനസ് 9 എത്ര വരുന്നത്? 16 അല്ലേ? കറക്റ്റ് ആൻസർ എത്രയാണ്? 16. സോ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. എന്താണ് ആദ്യത്തെ നമ്പറിന് ഡിവൈഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 6 ദ ഹോൾ സ്ക്വയർ, അതാണ് എന്ത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ ഇതിൽ എന്താ വന്നേക്കുന്നത്? XLO അല്ലേ? XLO VOM ദെൻ TRK ആൻഡ് RUI എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എഴുതുകയാണെങ്കിൽ 24, 12 ദെൻ ഇത് എത്ര? 15. ഇവിടെ വന്നപ്പോൾ 22, 15, 13. സോ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. എന്താണ്ട് 24 ഇതും തമ്മിൽ എന്താണ്? -2. ഇതാണെങ്കിലോ പ്ലസ് വീണ്ടും -2. സോ -2 + 3 -2 എന്ന് പറഞ്ഞിട്ട് സീരീസിലാണ് പോയേക്കുന്നത്. അപ്പോൾ RUS എന്ന് പറയുന്നത് അല്ലേ? RUI എന്ന് പറഞ്ഞ സീരീസ് ആണെങ്കിൽ -2 അല്ലേ? -2 വരുമ്പോൾ ഇവിടെ എത്ര വരുന്നത്? 16 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു P. ഇതെന്താണെങ്കിൽ +3 ആണ്. 21 + 3 24 ആണ്. അപ്പോൾ X PX ഇവിടെ ആണെങ്കിലോ -2
9 നിന്ന് -2 പോയാൽ 7 ആണ് വരുന്നത്. 7 എന്ന് പറഞ്ഞാൽ G. അപ്പോൾ എന്താണ് വരുന്നത്? PXG എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. വളരെ എളുപ്പമുള്ളൊരു സീരീസാണ്. -2 + 3 -2 എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കി ഗുഡ് എന്ന് പറയുന്നത് IMQB ആയേക്കുന്നല്ലേ. നോക്കി അതിൻ്റെ 7, ഞാൻ ഗുഡിൻ്റെ ഇത് എഴുതുവാണേ. GOOD 7 15 15 4. അത് IMQB ആയേക്കുവാണ്. I എന്ന് പറയുന്നത് 9, ഇത് 13, ഇത് 17, ഇത് എത്രയാണ്? 2. സോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലേ. എന്താ ഇവിടെ വന്നേക്കുന്നത്? ഇവിടെ +2, ഇവിടെ എന്താണ് -2, then +2 -2. സോ ആ രീതിയിൽ +2 -2 +2 -2 എന്ന് പറഞ്ഞിട്ട് സീരീസാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സേവ് എന്ന് പറഞ്ഞാൽ സേവ് എന്ന് പറയുന്നത് 19, എത്രയാണ്? 1, 22, ഇത് എത്ര? 5. അപ്പോൾ +2 എത്ര വരുന്നത്? 21. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോക്കാം അല്ലേ. 21 വരുന്ന കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? -2, ദാറ്റ് ഈസ് 3. അപ്പോൾ യുവും സിയും വരുന്നതാണ്. അപ്പോൾ യുവും സിയും വരുന്ന ബാക്കി എല്ലാ യുവും സി വരുന്നത് അല്ലേ. നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് നോക്കാം. സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? I ആണ്. അതിൽ നിന്ന് എന്താണ്? 1 ആണ്. 1ൽ നിന്ന് എന്ത് ചെയ്യുക? -2. 1 - 2 എത്രയാണ്? 20. എത്രയാണ് വരുന്നത്? 25 ആണ് വരുന്നത്. സോ UY, ദാറ്റ് ഈസ് UYXC. UYXC കറക്റ്റ് ആൻസർ എത്രയാണ്? UYXC, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്. മൂന്നാമത്തെയാണ് വരുന്നത്. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. UYXC എന്നാണ് വരുന്നത്. ഓക്കെ, സോ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. Amit said that he is my wife's father's son's only sister's father-in-law ആണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. 30 സെക്കൻഡ് ടൈം തരാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അമിത് പറയുന്നത് എന്താണ്? ഹി ഈസ് മൈ വൈഫ്സ് ഫാദേഴ്സ് സൺസ് ഓൺലി സിസ്റ്റേഴ്സ് ഫാദർ ഇൻ ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അമിത് ആ ഒരു ഫോട്ടോഗ്രാഫിലുമായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്ന ആളുടെ ആരാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. സോ ആദ്യം എന്താണ്? മൈ വൈഫ്. അപ്പോൾ അമിത്തിൻ്റെ വൈഫ്. ഓക്കെ, അമിത്തിൻ്റെ വൈഫിൻ്റെ ഫാദർ അല്ലേ. അത് കഴിഞ്ഞ് എന്താ? ഫാദേഴ്സ് വരുമ്പം അമിത്തിൻ്റെ വൈഫിൻ്റെ ഫാദർ. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? സൺ. ഫാദേഴ്സ് സൺ, ദാറ്റ് ഈസ് ഇവിടെ വരും അല്ലേ. ഫാദേഴ്സ് സൺ എന്ന് പറഞ്ഞാൽ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒൺലി സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വീണ്ടും ആര് വന്നു? അമിത്തിൻ്റെ ഭാര്യയിലേക്ക് വന്നു. ഒൺലി സിസ്റ്റേഴ്സ് ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് വെച്ചാൽ അമ്മയേസ് എന്ന് വെച്ചാൽ എന്താണ്? അമിത്തിൻ്റെ അച്ഛനായിട്ട് വരത്തില്ലേ ഇത്? അപ്പോൾ ഫാദർ ഇൻ ലോ. ഇനി ചോദിച്ചേക്കുന്നത് അമിത് റിലേറ്റഡ് ടു ആ പേഴ്സൺ. ഈ പേഴ്സൺ ആണ് എന്ന് പറയുന്നത്. ആ പേഴ്സൺ ആരാണ്? അമിത്തിൻ്റെ അച്ഛനായിട്ട് വരും. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഫാദർ. ഓപ്ഷൻ 3 ഫാദർ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫാദർ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോഡ് ഫാബ്രിക് എന്ന് പറയുന്നത് GXZ CQJB ആയിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. ബിറ്റർ എന്ന് പറഞ്ഞാൽ CHU SFQ എന്നാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ അനിമൽ റിലേറ്റ് ചെയ്തേക്കുന്നത് ഏത് രീതിയിൽ നിന്നാണ്? 30 സെക്കൻഡ് ടൈം തരാൻ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ വന്നേക്കുന്നത് എന്താ? ഫാബ്രിക് എന്ന് പറഞ്ഞാൽ GZ CQJB എന്നാണ് വന്നേക്കുന്നത് അല്ലേ. സോ അതിൻ്റെ പോസ്റ്റൽ വാല്യൂസ് ഒന്ന് എഴുതാം. 6 1
2, 18, 9 ആൻഡ് ഇത് എത്രയാണ് 3. സോ ഇവിടെ വരുമ്പോൾ ഇത് 7, 26, 3, 17, 10 ആൻഡ് ദിസ് ഇസ് 2. സോ നോക്കി ഇവിടെ എന്താ +1, ഇവിടെ -1, വീണ്ടും +1, -1, +1, then -1. ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്ത് +1, -1 ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ അനിമൽ ആണെങ്കിലോ അനിമൽ അല്ലേ, അനിമലിനെയല്ലേ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ +1 ചെയ്യുക. +1 ചെയ്യുമ്പോൾ എനിക്ക് ബി ആണ് വരുന്നത്. ബി വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കൂടുതലായിട്ട് ചെയ്യേണ്ട. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. -1 ആണ്, 12 ആണ്, -1 വരുമ്പോൾ 11 വിച്ച് ഈസ് കെ. അപ്പോൾ ബിയും കെയും വരുന്ന ഏക ഒരു ഓപ്ഷനേ ഉള്ളൂ വിച്ച് ഈസ് 4th ഓപ്ഷനാണ്. ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്ര 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയേഴ്സുമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, പ്രീവിയസ് ഇയേഴ്സ് ആണ്. ഈ ഒരു 30 സെക്കൻഡ് ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് CHS 2 മാസം പോലും ഇല്ല. സോ നമ്മൾ ഇനിയും സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മുടെ ഒരു എന്ന് പറയുന്നത്. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.